എന്നാൽ ആ ഒരു സ്വരം നുണയനാണ്. ഈ സ്വരം യഥാർത്ഥത്തിൽ നമ്മൾ വർഷങ്ങളോളം നമ്മളെ തന്നെ സംശയിച്ചതിൻ്റെ, തെറ്റായ പല ഉപദേശങ്ങൾ കിട്ടിയതിൻ്റെ ഭാഗമായി നമ്മൾ നമ്മളെ തന്നെ പ്രോഗ്രാം ചെയ്തതാണ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അത് വളരെ സിമ്പിളായി തോന്നിയാലും അതിൻ്റെ സിംപ്ലിസിറ്റി നിങ്ങളെ കബളിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണം. അത് ഇതാണ്: ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിൽ ആക്ട് ചെയ്യുക, അഭിനയിക്കുക. അത് അഹങ്കാരമല്ലേ, അല്ലെങ്കിൽ ഫേക്കായി അഭിനയിക്കുന്നത് പോലെയല്ലേ എന്നെല്ലാം നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഇത് ധിക്കാരമോ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുന്നതോ ഒന്നുമല്ല. മറിച്ച് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിൻ്റെ ഏറ്റവും മുകളിലെ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണിത്. എങ്ങനെ ഈ ഒരു ടെക്നിക്ക് നമ്മളെ സഹായിക്കുന്നു, എന്തുകൊണ്ട് ഇത് പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ബെസ്റ്റ് എന്ന പോലെ അഭിനയിക്കുക, ആക്ട് ആസ് ഇഫ് യു ആർ ദ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മേഖലയിൽ ഏറ്റവും ടോപ്പായ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റും ശീലങ്ങളും പ്രവൃത്തികളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമുക്ക് വേണ്ടി തന്നെ വെക്കുന്ന സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങൾ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഒരു മികച്ച അത്ലറ്റിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു വൈദഗ്ധ്യമുള്ള ശില്പിയുടെ പണി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാൾ സ്വയം എങ്ങനെ കൊണ്ടു നടക്കുന്നു, അയാൾ ക്യാരി ചെയ്യുന്ന കോൺഫിഡൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് അറഗൻസ് അല്ല, അഹങ്കാരമല്ല, മറിച്ച് സെർട്ടേനിറ്റിയാണ്. അയാൾക്ക് തന്നിൽ തന്നെയുള്ള ആ ഒരു ഉറപ്പാണ്, ബോധ്യമാണ് ആക്ട് ആസ് ഇഫ് യു ആർ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അതിന് ഞാൻ ബെസ്റ്റ് അല്ലല്ലോ, അതിൻ്റെ അടുത്ത് പോലും എത്താത്തൊരു വ്യക്തിയാണ് ഞാനെന്നെല്ലാം. സോ വാട്ട്, അതിനെന്ത്? ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ സൗന്ദര്യം എന്നത് അത് നിങ്ങൾ ഏറ്റവും മികച്ച ആളല്ലെങ്കിൽ പോലും വർക്ക് ചെയ്യുമെന്നതാണ്. നിങ്ങളിങ്ങനെ അഭിനയിക്കുമ്പോൾ ചില മാജിക്കലായ കാര്യങ്ങൾ നടക്കുന്നു. നിങ്ങളത് സാവധാനം വിശ്വസിക്കാൻ തുടങ്ങുന്നു. നിങ്ങളത് വിശ്വസിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളതായി മാറുന്നു. അതൊരു സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി പോലെയാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രവചനത്തെ യാഥാർത്ഥ്യമാക്കുന്നത് പോലെയാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ജോബ് ഇൻ്റർവ്യൂവിലാണെന്ന് കരുതുക. നിങ്ങൾ വളരെ നെർവസ് ആണ്, സ്വയം സംശയിക്കുന്നു. ഈ ഒരു ജോലിക്ക് ഞാൻ അത്ര മികച്ച വ്യക്തിയല്ലെന്ന് കരുതുന്നു. എങ്ങനെയായിരിക്കും അങ്ങനെയെങ്കിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്നത്? ഇനി നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഈ ഒരു കമ്പനിക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് താനാണെന്ന രീതിയിൽ ഇൻ്റർവ്യൂവിന് കയറി ചെല്ലുകയാണെന്ന് കരുതുക. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണെന്ന പോലെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് കൃത്യമായ ബോധ്യത്തോടെ, ഉറപ്പോടെ എന്ന പോലെയാണ് അവിടെ സംസാരിക്കുന്നതെന്ന് കരുതുക. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിൽ മാറ്റം കൊണ്ടുവരുമോ? തീർച്ചയായും. ഇനി ആ ഒരു ഇൻ്റർവ്യൂവിന് സെലക്റ്റഡ് ആയില്ലെങ്കിൽ പോലും അത് നിങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ കോൺഫിഡൻ്റ് ആകാൻ സ്വയം പരിശീലിച്ചു. ഒരു പവർഫുള്ളായ രീതിയിൽ നിങ്ങളുടെ കഴിവുകളെയും എക്സ്പീരിയൻസിനെയും മറ്റൊരാളുടെ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളെ തന്നെ പരിശീലിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡത്തെ ഉയർത്തുകയാണ് ചെയ്തത്. അടുത്തൊരവസരത്തിൽ കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. മികച്ചൊരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങൾ അഭിനയിക്കുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും വളരുന്നതും നിർത്തിയെന്നല്ല അർത്ഥം, മറിച്ച് അതിൻ്റെ നേർ വിപരീതമാണ്. ഒരു മേഖലയിൽ മികച്ചു നിൽക്കുന്ന വ്യക്തി എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, സ്വയം ഇംപ്രൂവ് ചെയ്യുന്നു. പുതിയ നോളേജിനായി, അറിവിനായി അവർ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ബെസ്റ്റായി കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നിരന്തരമായ ഇമ്പ്രൂവ്മെൻറ്റിന് കമ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്നെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിൽ കൊണ്ടു നടക്കാൻ പോവുകയാണ്. അതിന് ആവശ്യമായ അധ്വാനം എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോവുകയാണ് എന്ന് സ്വയം പറയുകയാണ് ചെയ്യുന്നത്. ഏതൊരു മേഖലയിലും ഇത് കൊണ്ടുവരാവുന്നതാണ്. റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഏറ്റവും മികച്ച പങ്കാളിയാകാൻ, പേരൻ്റാകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി ബെസ്റ്റായ ഒരാൾ എങ്ങനെയാണ് മറ്റൊരാളെ ട്രീറ്റ് ചെയ്യുന്നത്, പെരുമാറുന്നത് എന്ന് ചിന്തിച്ച് അതുപോലെ ആകാൻ ശ്രമിക്കും. ഏറ്റവും ഹെൽത്തിയായ, ഫിറ്റായ വ്യക്തിയായി സ്വയം കരുതാൻ ശ്രമിക്കുന്നയാൾ ആ ഒരു വ്യക്തിയുടെ ആഹാരക്രമം എങ്ങനെയുള്ളതാണ്,
എങ്ങനെയാണ് അങ്ങനെ ഒരാൾ തൻ്റെ ശരീരത്തെ മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അങ്ങനെ പ്രവർത്തിക്കാൻ ശ്രമിക്കും. എന്നാൽ ഇതെല്ലാം അഭിനയമല്ലേ, ഫേക്കല്ലേ എന്ന് കരുതുന്ന വ്യക്തിയോട് ഞാൻ പറയും, ചിലപ്പോൾ ആദ്യം അത് അങ്ങനെ ആയിരിക്കാം. എന്നാൽ നമ്മൾ അവിശ്വസനീയമായ രീതിയിൽ അഡാപ്റ്റ് ചെയ്യാൻ, പൊരുത്തപ്പെടാൻ കഴിവുള്ള ജീവികളാണ്. നമ്മൾ നിരന്തരമായി കൺസിസ്റ്റൻ്റായി എന്തു ചെയ്യുന്നു അതായി മാറുന്നു. നിങ്ങൾ നിരന്തരമായി കോൺഫിഡൻ്റായി അഭിനയിച്ചാൽ നിങ്ങൾ കോൺഫിഡൻ്റായി മാറുന്നു. നിങ്ങൾ കൺസിസ്റ്റൻ്റായി നിങ്ങളുടെ പണത്തെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്താൽ നിങ്ങൾ സമ്പന്നനായി മാറുന്നു. അത് അഭിനയമല്ല, മറിച്ച് അത് പരിശീലനമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രത്യേക റോളിൻ്റെ പ്രാക്ടീസാണ് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനനുസൃതമായാണ് ലോകം നിങ്ങളോടും തിരിച്ചു പ്രതികരിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ വ്യത്യസ്തമായി ക്യാരി ചെയ്യുമ്പോൾ ആളുകൾ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളോടും പെരുമാറുന്നു. പുതിയ അവസരങ്ങൾ തുറന്നു തുടങ്ങും. ഇത് മറ്റുള്ളവരെ ഫൂൾ ചെയ്യുന്നതല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളിൽ വിശ്വസിക്കുന്നതിന് നിങ്ങളുടെ മനസ്സിനെ ട്രിക്ക് ചെയ്യുന്നതാണ്. നിങ്ങളുടെ തലയുടെ ഉള്ളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു സ്വരമുണ്ട്. നീ അത്ര മികച്ച വ്യക്തിയൊന്നുമല്ല, നിനക്കത് ചെയ്യാൻ സാധിക്കുകയില്ല, നീ ആരാണെന്നാണ് നിന്റെ വിചാരം എന്നൊക്കെ അത് പറയും. എന്നാൽ ആ ഒരു സ്വരം നുണയനാണ്. ഈ സ്വരം യഥാർത്ഥത്തിൽ നമ്മൾ വർഷങ്ങളോളം നമ്മളെ തന്നെ സംശയിച്ചതിൻ്റെ, തെറ്റായ പല ഉപദേശങ്ങൾ കിട്ടിയതിൻ്റെ, ജീവിതത്തിലുണ്ടായ പല പരാജയങ്ങളെയും തെറ്റിദ്ധരിച്ചതിൻ്റെ ഭാഗമായി നമ്മൾ നമ്മളെ തന്നെ പ്രോഗ്രാം ചെയ്തതാണ്. നമ്മൾ ബെസ്റ്റാണ് എന്ന രീതിയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ ആ സ്വരത്തെ റീപ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് തുടരുമ്പോൾ ആ ഒരു കാര്യം കൂടുതൽ എളുപ്പമാവുകയും സ്വാഭാവികമാവുകയും ചെയ്യും. അഭിനയമായി തുടങ്ങിയ ആ ഒരു കാര്യം നിങ്ങളുടെ റിയാലിറ്റിയായി, യാഥാർത്ഥ്യമായി മാറും. ഇതിനർത്ഥം നമ്മൾ വീക്ക്നെസ്സുകളെ, കുറവുകളെ പരിഗണിക്കുന്നില്ല എന്നല്ല. സക്സസ്ഫുള്ളായ ആളുകൾ തങ്ങളുടെ വീക്ക്നെസ്സുകളാൽ തങ്ങളെ തന്നെ ഡിഫൈൻ ചെയ്യുവാൻ, നിർവചിക്കുവാൻ അനുവദിക്കുന്നവരല്ല, മറിച്ച് അവയെ വളരുവാനുള്ള അവസരങ്ങളായി കാണുന്നവരാണ്. അതുകൊണ്ട് ഒരാൾ സ്വയം ബെസ്റ്റ് എന്ന രീതിയിൽ കാണാൻ തുടങ്ങുമ്പോൾ സത്യസന്ധമായ ഒരു സെൽഫ് അസസ്മെൻറ്റ് കൂടി നടത്തുകയാണ്. ഏതൊക്കെ മേഖലയിലാണ് എനിക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് യാതൊരു ദാക്ഷിണ്യവും സ്വയം കൊടുക്കാതെ വിലയിരുത്തുകയാണ്. ഞാനൊരു രഹസ്യം പറയട്ടെ, ഏറ്റവും സക്സസ്ഫുള്ളായ വ്യക്തികൾ തങ്ങൾ ഏറ്റവും മികച്ചവരാണെന്ന് ഉറപ്പില്ലെങ്കിൽ പോലും അങ്ങനെ അഭിനയിക്കുന്നു. ഐ ബിലോങ് ഹിയർ, ഞാൻ ഇവിടെ ഉൾപ്പെടുന്നു, ഞാൻ വാല്യുബിൾ ആണ്, എനിക്ക് പലതും ഓഫർ ചെയ്യാനുണ്ട് എന്ന രീതിയിൽ അവർ അഭിനയിക്കുന്നു. ഈ ഒരു കോൺഫിഡൻസ് കണ്ടേജിയസ് ആണ്, പടർന്നു പിടിക്കുന്നതാണ്. ഇത് പുറമെയുള്ള സക്സസ്സിലേക്ക് സ്വാഭാവികമായി നയിക്കുന്നു. എന്നാൽ അതിലുപരിയായി നിങ്ങളിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. നാച്ചുറലായി സക്സസ്സിനെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറുന്നു. നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സ്വയം ചോദിക്കുക, നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ ഇതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ സ്വയം പറയുക, ഞാനിത് മറ്റാരും ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ പോവുകയാണ്. കീ ഇതാണ്, നിങ്ങൾ തയ്യാറാണെന്ന് തോന്നുന്നതുവരെ കാത്തു നിൽക്കരുത്. എല്ലാത്തിനും ഉത്തരമുണ്ടെന്ന് തോന്നുന്നതുവരെ, സ്വയം സംശയങ്ങളെയും ഭയങ്ങളെയും മറികടക്കുന്നുവെന്ന് തോന്നുന്നതുവരെ കാത്തു നിൽക്കരുത്. കാരണം സത്യം ഇതാണ്, നിങ്ങൾ പൂർണ്ണമായും തയ്യാറാണെന്ന് തോന്നുന്ന ഒരു നിമിഷം ഉണ്ടാകില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തയ്യാറാവുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. നിങ്ങളുടെ കൺമുൻപിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എക്സലൻസിനായി ശ്രമിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ളവരിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. നിങ്ങളുടെ നിലവാരത്തിലെത്താൻ അവരും പരിശ്രമിക്കുന്നു. അങ്ങനെ നിങ്ങൾ മറ്റുള്ളവർക്കും അങ്ങനെ ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിൽ ഉയരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്, ഞാൻ ബെസ്റ്റായി അഭിനയിച്ചിട്ട് പരാജയപ്പെട്ടാലോ? എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരാജയം എന്നത് വിജയത്തിൻ്റെ വിപരീതമല്ല, മറിച്ച് വിജയത്തിലേക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്, അതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ബെസ്റ്റായി ആക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പരാജയങ്ങളെ കോൺഫിഡൻസോടെ അഭിമുഖീകരിക്കുവാൻ, റിസ്ക് എടുക്കുവാൻ, കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരുവാൻ തയ്യാറാവുകയാണ്. അതുകൊണ്ട് നമുക്കും
നമ്മൾ ബെസ്റ്റ് ആണെന്ന രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളെ നേരിടാൻ ശ്രമിക്കാം. ലിയോ ടോൾസ്റ്റോയുടെ ഒരു വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ആക്ട് ആസ് ഇഫ് യു ആർ ആൻഡ് യു വിൽ ബിക്കം സച്ച്.